ഒരു പെൺകുട്ടി അവൾ വഴിയോരത്തിലൂടെ നടന്നു പോവുകയാണ്. അവൾ ഒരു മ്യൂസിയത്തിൽ കയറുകയാണ്. മ്യൂസിയത്തിൽ കയറി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മതിലിനോട് ചാരെ ഒരു ചെളി പിടിച്ച ഒരു പഴയൊരു വാച്ചിൻ്റെ കഷ്ണം അവൾക്ക് കിട്ടുകയാണ്. അവൾ വളരെ കൗതുകത്തോടു കൂടി ആ വാച്ച് എടുക്കുന്നു. എന്നിട്ട് അതിലുണ്ടായിരുന്ന ചെളിയൊക്കെ തൂത്ത് കളയുന്നു. ഇത് കളഞ്ഞ് അവൾ വാച്ചിൻ്റെ പുറകുവശത്ത് നോക്കിയപ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണുകയാണ്: ഇറ്റ് ഗിവ്സ് യു ടൈം ആൻഡ് ഇറ്റ് ടേക്സ് യുവർ ടൈം. അവൾക്ക് വല്ലാത്തൊരു കൗതുകമായി. പെട്ടെന്ന് ആ വാച്ചിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഒരു സ്വിച്ചിൽ അവൾ പെട്ടെന്ന് അമർത്തുകയാണ്. പെട്ടെന്ന് എല്ലാം നിശ്ചലമായി തീരുകയാണ്. അവളുടെ ചുറ്റിലുള്ളതെല്ലാം നിശ്ചലമാകുന്നു. അവൾ നോക്കിയപ്പോൾ സമയം അനങ്ങുന്നില്ല, മറ്റൊന്നും അനങ്ങുന്നില്ല. ആളുകളും പക്ഷികളും ഒന്നും മുൻപോട്ട് നീങ്ങുന്നില്ല. സമയം എവിടെയോ നിശ്ചലമായതുപോലെ അവൾക്ക് തോന്നി. അവൾക്ക് വളരെ സന്തോഷമായി. ഇനി സമയത്തെക്കുറിച്ച് ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. വളരെ രീതിയിൽ ആഘോഷമായിട്ട് അവൾക്ക് വളരെ കൂളായിട്ട് നടക്കാം. അങ്ങനെ വളരെ ലാഘവത്തോടു കൂടി അവൾ അവിടെ ഉണ്ടായിരുന്ന ഓരോ കാഴ്ചകളും കണ്ട് വളരെ ലാഘവത്തോടു കൂടി തന്നെ അവൾ നടന്ന് നീങ്ങാൻ തുടങ്ങി. അങ്ങനെ റോഡ് മുറിച്ച് കടന്നു തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആ വാച്ചിൻ്റെ ഒരു ചെറിയൊരു സൈഡിലൂടെ ഒരു കൊച്ചു പേപ്പർ കഷ്ണം ഇരിക്കുന്നവൾ കാണുക. ആ പേപ്പർ കഷ്ണം എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടു: ഈ വാച്ചിലൂടെ നിങ്ങൾ നിശ്ചലമാക്കുന്ന ഓരോ സമയവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ വാച്ച് തിരികെ എടുക്കുന്നതായിരിക്കും. പെട്ടെന്ന് അവൾക്ക് ടെൻഷനായി. അവൾ അപ്പോൾ തന്നെ ആ വാച്ചിൻ്റെ നിശ്ചലമാക്കുന്ന ആ സിസ്റ്റം ഓഫ് ചെയ്യാൻ വേണ്ടി അതിൽ സ്വിച്ച് പെട്ടെന്ന് അമർത്തിയാനുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാം അനങ്ങി തുടങ്ങി. കുറുകെ വന്നൊരു ബസ് അവളെ വന്ന് ഇടിച്ചിട്ട് അവളെ കൊന്നു കളഞ്ഞു. സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് അമൂല്യമാണ്. അത് നിങ്ങൾ എടുക്കുമ്പോൾ അത് നിങ്ങളെയും എടുത്തുകൊണ്ട് പോകും എന്ന് ഓർത്തുകൊള്ളുക.